ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡൽഹിക്ക് പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നു, അവിടുന്ന് പ്ലെയിൻ കയറുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു. എൻ്റെ രണ്ടാമത്തെ എയറോപ്ലെയിനാണിത്. ഞാൻ വളരെ എക്സൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കണ്ണൂരേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ കുറച്ച് സമയം ബസ്സിൽ ഇരിക്കണം. അത് കുറച്ച് പണിയാണ്. എങ്കിലും ഡാൻസും പാട്ടും ഒക്കെ ആയി പോകുമ്പോൾ അതൊക്കെ ഒന്ന് പോവും, അതൊക്കെ ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇന്ന് മാർച്ച് 30-ാം തീയതിയാണ് നമ്മൾ നേരെ ഡൽഹിക്ക് പോകുന്നത്. നമുക്ക് ഫ്ലൈറ്റ് 9 ആ ടൈമിൽ അങ്ങോട്ട് 11 മണിക്ക് അങ്ങോട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ അവിടെ 9:30 അങ്ങോട്ടാണ് റിപ്പോർട്ടിംഗ് ടൈം. നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളിപ്പോൾ പ്ലെയിനിൽ കയറാൻ പോവാണ്. നമുക്ക് എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരേപോലത്തെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. സ്പാർക്ക് എന്നൊക്കെ എന്തെല്ലാം എഴുതിയ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മളപ്പുറം ഡൽഹിയിലേക്ക് ഗൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലെയിനിലേക്ക് കയറി എൻ്റെ രണ്ടാമത്തെ ഫ്ലൈറ്റ് എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ്. ഞാൻ മാളേച്ചീൻ്റെ എൻ്റെ അമ്മേൻ്റെ അപ്പുറമാണ് ഇരുന്നത്. മാളേച്ചി എനിക്കാണ് വിൻഡോ സീറ്റ്, പക്ഷെ ഞാൻ മാളേച്ചിക്ക് കൊടുത്തു. പിന്നെ സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. എനിക്ക് അത്ര അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ കുറച്ച് ആസ്വദിച്ചു. ബുക്ക് വായിച്ചു, കുറച്ച് ഉറങ്ങി, കുറച്ച് നല്ലോണം കാഴ്ച കണ്ടു. ഞാൻ ഒരു സംഭവം കണ്ടു. അതിൽ ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണിച്ചിരുന്നുണ്ടോ അറിയില്ല. നോക്കാം. ചിന്നു എൻ്റെ മുമ്പ് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പൊന്നു ചിന്നുവിൻ്റെ സീറ്റിൻ്റെയും മുന്നിലായിരുന്നു പൊന്നു. അതുകൊണ്ട് എനിക്ക് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചിന്നു മുഴുവൻ അതിൻ്റെ മേലെന്ന് നമ്മളെ AC ഇങ്ങനെ കൈ വെച്ചാക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ തൊട്ട് വരുമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കുടിച്ചു. ഇപ്പം നിങ്ങൾ കാണുന്ന അവിടെ ഒരു 2 വേറെ പാർട്ട് കണക്കെ കാണുന്നില്ല. അതേപോലെ അതെനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഇതല്ല കേട്ടോ ശരിക്ക്. അതേപോലെ ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് നമുക്കറിയില്ല. അതായത് ആകാശവും വേറെ സംഭവവും വേറെ നിൽക്കുന്നത്. അതാണ് ഓസോൺ പാളി എന്നാണ് മാളിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങി നമ്മളിപ്പോൾ അവിടെ നിന്ന് ബസ് കയറാണ്. നല്ല തിരക്കുണ്ട് ബസ്സിൽ. ഞാനൊക്കെ നേരത്തെ കയറി ബസ്സിൽ. നമ്മളിപ്പം ബസ്സിൽ കയറി നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ടിലെത്തി. നമ്മളൊക്കെ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് എയർപോർട്ടിലെത്തി. സൂപ്പറായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ മുഴുവൻ ഇനി അടുത്ത 3 ദിവസത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ബസ്. പോകുന്നതിന് കണ്ണടയൊക്കെ ഇട്ട് റെഡിയായി. ഫസ്റ്റ് സ്ഥലം നമുക്ക് എത്തിയിട്ടുള്ളത് നമ്മളിവിടെയാണ്. ഇവിടെ കുത്തമ്പിനാർ. നമ്മൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വായിച്ച സ്ഥലം മാത്രമാണ്. ഇതുവരെ കാണാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ കാണാൻ പോവാണ് കുത്തമ്പിനാർ. വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര വലുപ്പമുണ്ട്. നമ്മൾ വിചാരിക്കും അത്ര ഒന്നുമില്ലാണ്. എന്നാലും എൻ്റെ തല മേലേക്ക് മുഴുവൻ വെച്ചാലേ ഇത് കാണാൻ പറ്റും. വേറൊരു സ്പെഷ്യാലിറ്റി കൊണ്ട് നമുക്ക് കുത്തമ്പിനാർ കണ്ടുകൊണ്ട് തന്നെ പറയാം. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അവിടെ അതൊക്കെ ഉണ്ടോ, ഇതാണ് കുത്തമ്പിനാർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഫോൺ അങ്ങനെ പിടിച്ചാൽ മാത്രമേ എൻ്റെ മുകളിലെത്തുള്ളൂ. എൻ്റെ പ്രവേശനം ഇപ്പം നിരോധനാണ് എന്നാണ് പറയുന്നത്. എന്തെല്ലോ പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് അത്ര അറിയില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. എന്തെല്ലോ പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഗൈഡും കൂടിയുണ്ട്. അത് ഇവിടുത്തെ ഹിന്ദി ഗൈഡ് തന്നെയാണ്. ആകാശ് എന്നാണ് പേര്. നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്യുന്ന മലയാളം ഗൈഡ് വിനോദ്. അല്ലാണ്ട് നമ്മൾ ഒരാൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. റെഡ് കളർ ഡ്രസ്സിന്. അവിടെ കണ്ടോ എയറോപ്ലെയിൻ. ഇപ്പം നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. എയറോപ്ലെയിൻ. അപ്പം ഒരു മിനിറ്റ് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആകാശ് എന്ന് പറഞ്ഞ ഗൈഡുണ്ട്. ശരിക്കും ജൂനിയർ വിരാട് കോഹ്ലി എന്നാണ് എല്ലാവരും വിളിക്കാറ്. കാരണം വിരാട് കോഹ്ലിൻ്റെ അതേ മുഖമാണ്. അപ്പോൾ ജൂനിയർ വിരാട് കോഹ്ലി എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഈ കുത്തമ്പിനാറിന് ഭയങ്കര ഉയരമുണ്ട്. ഈ സംഭവമില്ലേ, ഇതിനടുത്ത് കൂടെ ഇടയ്ക്കിടയ്ക്ക് വലിയ ഇവിടെ അടുത്താണല്ലോ എയർപോർട്ട്. അതുകൊണ്ട് ഇങ്ങനെ എയറോപ്ലെയിൻസ് ഇങ്ങനെ അതിന് മുട്ടുമുട്ടില്ല എന്ന മട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാണാം. നമ്മളെ എന്താ പറയുക കുത്തമ്പിനാറിൻ്റെ ഇവിടെ കൂടെ.
ഭയങ്കര രസം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ചെറിയ ഈ കുപ്പി വെള്ളം എടുത്തായിരുന്നു, അതെല്ലാം ഇടുന്ന് കുറേ സ്ഥലം തണലൊക്കെ കിട്ടിയപ്പോൾ കുടിച്ചു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിപ്പം ഒക്കെ കുത്തമ്മിനാറിൽ പോയിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ അക്ഷർധാം ടെമ്പിളിലും പോയിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വളരെ രസമായിരുന്നു അക്ഷർധാം ടെമ്പിളിൽ കേട്ടോ, നല്ല നല്ല ഹാൻഡ് വർക്കും അതും ഇതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ റൂമിലെത്തി, ഇതൊക്കെ റൂമെല്ലാം എടുത്ത് കഴിഞ്ഞു. പിന്നെ രാവിലെ നമ്മൾ ഡ്രസ്സിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിപ്പം നേരെ ബസ് കയറി. ഇത് പാടുന്നത് വിദ്യാവില്യമ കേട്ടോ, നല്ല നാടൻ പാട്ടാണ്. അതിൻ്റെ ഇടയിൽ കയറി നോക്കുന്നതാണ് ഞാൻ. അപ്പോൾ എൻ്റെ പാട്ട് അമ്മ എടുത്തിട്ടാന്ന് തോന്നുന്നു, കരിങ്കാളി ഞാൻ പാടിയായിരുന്നു, എടുത്തിട്ടാൻ പൊന്നുവിൻ്റെ എടുത്തിരുന്നു. ഓളവൻ്റെ ആ പാട്ട് പാടിയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റായിരുന്നു ഞാൻ ഇട്ടത്. ആ സമയത്ത് എനിക്ക് കാണിച്ചാൽ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നേരെ നിൽക്കുന്നത് അത് കണ്ടോ, ഇതാണ് ആഗ്ര ഫോർട്ട്. ഇത് നമ്മൾ റെഡ് ഫോർട്ട് അല്ല, ഇതാണ് ആഗ്ര ഫോർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ജൂനിയർ വിരാട് കോഹ്ലി അഥവാ ആകാശ് ചേട്ടൻ എന്ന് അങ്ങനെയൊക്കെ വിളിക്കാം. അപ്പോൾ നല്ല രസമായിരുന്നു. ആഗ്ര ഫോർട്ടാണ്. നമ്മൾ വിചാരിക്കും റെഡ് ഫോർട്ടാണ്, അല്ല, ഇത് ആഗ്ര ഫോർട്ടാണ്. ഇത് ഇതിന് മുകളിൽ നിന്ന് വ്യൂ ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ്. വേറൊരു പ്രത്യേകതയും കൂടി ആഗ്ര ഫോർട്ടിനുണ്ട്, ഞാൻ പറയാം. നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഫോൺ അലൗഡ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ടിക്കറ്റ് എനിക്കില്ല, കാരണം കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഫസ്റ്റ് തന്നെ കാണേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ എന്ത് കാണുന്ന ഒരു സ്പെഷ്യൽ ഗാർഡൻ ആണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഗാർഡൻ ഉണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒരു സ്പേസ് തന്നായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് അവർ പറയുന്നത് കേൾക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കേൾക്കുമ്പോൾ എല്ലാം അർത്ഥം നോക്കി എങ്ങോട്ടേക്കോ നിൽക്കുന്നത്, ഞാൻ ഈ വീഡിയോയിലേക്കേ നോക്കുന്നില്ല. അത് ഇവർ പറയുന്നത് കർട്ടനും അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതൊരു കണ്ടോ, ഇത് നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അടഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവും. പക്ഷെ ഇവിടുന്ന് ഉള്ളിൽ നമ്മളൊരു നാണയം പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിലെത്തും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇത് ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ അത് ഇങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ കണ്ട സമയത്ത് അത് വളരെ ചെറുതായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ബാക്കിലോട്ടേക്ക് വന്നു നോക്കിയ സമയത്ത് നിങ്ങൾക്കത് വളരെ അടുത്തായിട്ട് കാണാം. ഇതിന് കാരണം നമ്മൾ കുറച്ച് അടുത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഗാർഡൻസ് അതൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ദൂരെ നോക്കുന്ന സമയത്ത് നമ്മൾ ആ താജ്മഹൽ മാത്രമേ നോക്കൂ. ഇങ്ങനത്തെ ഒരു ഇല്യൂഷനാണ് അവിടെ സാധ്യമാകുന്നത്. ഇത് നമ്മൾ കുളിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കുളിക്കുന്നൊരു സ്ഥലം. പിന്നെ ഇത് മീന മാസ്കാണ്. അവർ മീന മാസ്കിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അവിടെ രാജാവിന് ഇരിക്കാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ രാജാവിന് ഇരിക്കാം. അപ്പോൾ പബ്ലിക്കായിട്ട് യോഗ ഒക്കെ ചേരാൻ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റെയിൻ ഉണ്ടെങ്കിൽ ഉള്ളിൽ, റെയിൻ ഇല്ലെങ്കിൽ അകത്ത്, അല്ല പുറത്ത്. പിന്നെ അവിടെ ഇപ്പം അമ്മ കാണിച്ചത് പീരങ്കി വിട്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പോവാണ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഇങ്ങനെ ഒരു വട്ടം കണ്ടോ, ഇങ്ങനെ താഴേക്ക്. അതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ സ്ട്രീറ്റ്സ് വരും. ആ സമയത്ത് അവർക്ക് ലൈറ്റായിട്ട് അങ്ങനെ എന്തോ ഉപയോഗിച്ചിരുന്നതാണ്. ഇങ്ങനെ ഇവിടെ ക്യൂൻസിനൊക്കെ ലൈറ്റ്സ് ആയിട്ട് വേണം. പിന്നെ ഇത് അവിടെ എന്തോ പ്രാർത്ഥിക്കുന്ന പള്ളി അങ്ങോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി. പിന്നെ ഇവിടെ കുറച്ച് ഓടി കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു, കുറേ ഓടി കളിച്ചു. നല്ല പ്ലേസ് തന്നെയാണ് ആഗ്ര ഫോർട്ട്. ഇവിടെ പ്രശ്നം നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്, എന്താ പറഞ്ഞാൽ എനിക്ക് എത്ര അറിയില്ല. പിന്നെ ഇപ്പം നമ്മൾ
പുറത്തിറങ്ങാനുള്ള, നമ്മളിപ്പോൾ ആഗ്ര ഫോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കുറേ ആൾ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അവരെ കണ്ടുപിടിക്കാനൊക്കെ നല്ല പണിയാണ്. അപ്പോൾ അതിൻ്റെ പണിപ്പാടിലൊക്കെ ആയിരിക്കും നമ്മൾ ആ സമയത്തും. ഗൈഡിനും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്. നമ്മൾ ആഗ്ര ഫോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന സമയമാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം താജ്മഹൽ. താജ്മഹലിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് പോവാത്തതുകൊണ്ട് ഇലക്ട്രിക് കാറിലാണ് പോവുക. അപ്പോൾ താജ്മഹലിൽ കയറുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഓരോ വർഷത്തിലും ആ താജ്മഹലിൻ്റെ വളർച്ചയല്ല ഫോട്ടോസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മങ്കീസൊക്കെ ഉണ്ട്, അതൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ 4 ഗേറ്റ് വന്നിട്ടുണ്ട്. ഈ 4 ഗേറ്റിൽ കൂടെ പല രീതിയിലാണ് ആൾക്കാർ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഈ 4 ഗേറ്റിൽ ഏത് ഗേറ്റിലൂടെ വന്നാലും ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഡോർസ് കണക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഇത് പണിത കുറേ തൊഴിലാളികൾക്ക് അവരുടെ കിടക്കേണ്ട, അതായത് അവരുടെ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡോറില്ല, എന്താ പറയുക, കർട്ടൻസ് മാത്രമേ ആ കാലത്തുള്ളൂ. അതിപ്പോൾ രാജാവിനായാലും ആർക്കായാലും കർട്ടൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർട്ടൻസ് ഉള്ളതുകൊണ്ട്, ഇപ്പോൾ കർട്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കവർ ചെയ്തത്. മുകളിൽ കാണുന്ന മകുടങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര വർഷം ജോലി ചെയ്തു. ഇവിടെ 11 മകൻ, ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് 11 മകൻ, ഞങ്ങൾ മൊത്തം 22 വർഷം അവർ ജോലി ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ഇവിടെ കാണിക്കുന്ന ഒരു അറബിക് ഭാഷയിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് ചിലത് വലിയതും താഴേക്ക് എത്തുമ്പോൾ ചെറുത് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഇതൊക്കെ ഒരേ സൈസിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നമ്മളെ കണ്ണിന് അങ്ങനെ തോന്നുന്നതെന്ന് മാത്രമാണ്. ഇപ്പം ഞാൻ നേരെ താജ്മഹലാണിത്. മാർബിൾ കൊണ്ട് തീർത്ത ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. മാർബിൾ കൊണ്ട് തീർത്തതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്കൊരു പണിയുണ്ട്. അതായത് നമ്മൾ ഇന്ന് മാർബിൾ കൊണ്ട് തീർത്തതാണെന്ന് പറഞ്ഞല്ലോ, മാർബിളിന് അഴുക്കായിക്കൂടാ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു കവർ ഇടണം. ഇത് നമുക്ക് അവർ തന്നെ തന്നാണ്. അപ്പോൾ ഇത് കവർ ഇട്ടിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ. കാരണം ആ മാർബിളിന് അഴുക്കായിക്കൂടല്ലോ. പിന്നെ എൻ്റെ കാലിൽ മുഴുവൻ അഴുക്കായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ മാർബിൾ പോയത് തന്നെ എന്ന് തന്നെ പറയാം. ആ കവർ ഇട്ടിട്ടും കാര്യമുണ്ടോയെന്ന് എനിക്ക് ഇപ്പോൾ സംശയമുണ്ട്. ഇതെല്ലാ കാലിനും സൂട്ടബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താജ്മഹലിലേക്ക് കയറാൻ പോവാണ്. ചിന്നുവിന് വരെ പാകാണ് ആരംഭം. അപ്പോൾ ഞാനും ചന്ദിച്ചിട്ടും ഒരു ഫോട്ടോ എടുത്തത് കാണിക്കാം. പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറുവാട്. ഈ താജ്മഹൽ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ താജ്മഹലിൽ ഇവിടെ അറബിക്കിലൊക്കെ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ തോന്നുന്നു, എനിക്ക് അറിയില്ല. അല്ല, ഇവിടെ അല്ല. ഇവിടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട് നമ്മൾ നേരത്തെ പോയത് കാണാൻ പറ്റും. പിന്നെ മുന്നിലോട്ടായിട്ട് കഴിഞ്ഞാൽ ഈ ഒരു താജ്മഹൽ എന്ന് പറയുന്നത് ഷാജഹാൻ നിർമ്മിച്ചതാണ്. ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസിന് വേണ്ടി നിർമ്മിച്ച സംഭവമാണ് താജ്മഹൽ. അപ്പോൾ ഷാജഹാന് വേണ്ടി ഒന്ന് നിർമ്മിക്കണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് മാർബിൾ കൊണ്ട് നിർമ്മിക്കാൻ അടിത്തറ കാണാൻ പറ്റും അവിടെ നിന്ന്. അതാണ് മറ്റേ ഇത് എന്താണ് പറയുന്നത്, അത് നിർമ്മിക്കാൻ അടിത്തറ വെച്ചതായിരുന്നു. പക്ഷേ തൻ്റെ മകൻ, അതായത് ഷാജഹാൻ്റെ മകൻ എന്ത് ചെയ്തു, ഷാജഹാനെ തടവിലാക്കിയ ഇതുകൊണ്ടാണ് അതൊക്കെ മുടങ്ങിയത്. ഷാജഹാന്റെ മകൻ ഔറംഗസേബാണ് തടവിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ മുടങ്ങി. ഇനി നമ്മൾ എത്തിയിട്ടുള്ളത് ഐ ലവ് യു ആഗ്ര പാർക്കിലാണ്. ഇവിടെ ബട്ടർഫ്ലൈ ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഐ ലവ് യു ആഗ്ര പാർക്കിൽ നമ്മൾ എത്തി. സൂപ്പർ ആയിരുന്നു.
നമ്മൾ ബസ് പോകുന്ന വഴിക്ക് നമ്മൾ നല്ല ഡാൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് അത്ര ഡാൻസ് കളിക്കാൻ മൂടുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അനുസരിച്ച് പ്രശ്നവും എന്നുള്ള മട്ടിലായിരുന്നു. ഇതിന് മുമ്പിൽ എന്നെ ചിന്നു ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.